തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു ചെമ്മീൻ കറി. നമ്മളിത് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോവാണ്, ഇതുവരെ കഴിച്ചിട്ടില്ല. നമ്മളിത് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോവല്ലേ? എല്ലാം വറുത്തരച്ചിട്ടുള്ളത് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോവല്ലേ? അപ്പം എങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് എന്നൊന്നും അറിയത്തില്ല. ട്രൈ ചെയ്ത് നോക്കാം, ഉണ്ടാക്കി നോക്കാം. അപ്പം നമ്മൾ ആദ്യം ചെമ്മീനൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. ഇരിക്കും തോറും ടേസ്റ്റ് കൂടി കൂടി വരുന്നൊരു കറിയായിട്ടാണ് കേട്ടോ എനിക്കിത് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേക്കണം കേട്ടോ. ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും തക്കാളിയും കറിവേപ്പിലയാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. ചുവന്നുള്ളി കുഞ്ഞുള്ളി കൂടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതിട്ടുണ്ട്. 2 തക്കാളിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയാട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. കറിവേപ്പില നമുക്ക് വറവിടാനായിട്ടാണ് ആദ്യം തന്നെ, അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. ഇനി കുറച്ച് ഒരു അരമുറി തേങ്ങയുടെ ആവശ്യമുണ്ട് കേട്ടോ. നമുക്കൊരു ഫ്രൈങ് പാനിലേക്ക് കുറച്ച് നമ്മുടെ തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശം മാറി എന്ന് തോന്നുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും 2-3 ചുവന്നുള്ളി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് അരച്ച് മാറ്റി വയ്ക്കാം. ചട്ടി ചൂടായി എന്ന് തോന്നുമ്പോഴേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 5-6 കുഞ്ഞു ഉള്ളി ചുവന്നുള്ളി നമ്മൾ ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കളർ ചേഞ്ച് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴേക്കും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ആ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി ആട്ടോ ചേർത്തത്. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും 2 തക്കാളി ചേർത്തതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുടംപുളിയും കുറച്ച് വെള്ളവും ഉപ്പും ഇട്ടിട്ട് നമ്മൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഒന്ന് തിള വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചെമ്മീൻ വേവാൻ ഒരു 2-3 മിനിറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇനി ഇതിലേക്ക് വെന്ത ചെമ്മീനിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മുടെ തേങ്ങ അരപ്പും കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് തിള വന്നപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിച്ചു നോക്കാം. സൂപ്പർ. അങ്ങനെ നമ്മൾ ചട്ടിയിൽ നിന്ന് നല്ലപോലെ ഇളക്കി എടുത്തിട്ട് ചെമ്മീൻ കഷ്ണങ്ങളടക്കം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് ചാറ് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മതി. കറിയും കൂട്ടിയിട്ട് ചോറ് കഴിച്ചു നോക്കാം. പിന്നെ ഫസ്റ്റ് ടൈം കഴിക്കാണ് നമ്മുടെ ചെമ്മീൻ വറുത്തരച്ച് വെച്ച കറി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ ബൈ ബൈ.